ഹായ്, ഇന്ന് നമ്മൾ എക്സാം വിന്നർ ആപ്പിൻ്റെ ഫാസ്റ്റ് ട്രാക്ക് സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SSLC ചാപ്റ്ററായ കെമിക്കൽ മെസ്സേജസ് ഫോർ ഹോമിയോസ്റ്റാസിസ് ആണ്. ഇതിൽ ഈ ഒരു ചാപ്റ്ററിൻ്റെ എക്സാം ഓറിയൻറ്റഡ് ക്വിക്ക് റീക്യാപ്പാണ് നിങ്ങൾക്ക് ഞാൻ പങ്കുവയ്ക്കാൻ പോകുന്നത്. ആൻഡ് എൻ്റെ പേര് ചൈത്ര, MSc ബോട്ടണിയാണ്. ഈ ചാപ്റ്റർ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഞാനാണ്. ആൻഡ് എക്സാം വിന്നർ ലേണിംഗ് ആപ്പിൽ നിങ്ങൾക്ക് എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും വീഡിയോ ക്ലാസ്സസും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷൻസും സ്റ്റഡി മെറ്റീരിയൽസും എല്ലാം അവൈലബിൾ ആണ്. അതുപയോഗിച്ച് നല്ല രീതിയിൽ നിങ്ങൾ എക്സാമിന് പ്രിപ്പയർ ചെയ്ത് എക്സാം നല്ല അടിപൊളിയായിട്ട് എഴുതുക. ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാം. സോ നമുക്ക് തുടങ്ങാം. ഇനി പരീക്ഷയെ പേടിക്കേണ്ട. കേരളത്തിലെ ബെസ്റ്റ് ലേണിംഗ് ആപ്പായ എക്സാം വിന്നർ ലേണിംഗ് ആപ്പിലൂടെ പഠനം മികച്ചതാക്കൂ. ഫ്രീ ട്രയൽ ലഭിക്കുന്നതിനായി ഇന്ന് തന്നെ 7592092025 വാട്സ്ആപ്പ് ചെയ്യൂ. സോ നമ്മളെ ചാപ്റ്റർ നെയിം കെമിക്കൽ മെസ്സേജസ് ഫോർ ഹോമിയോസ്റ്റാസിസ്. ഓക്കെ, സോ നമ്മുടെ ഫോക്കസ് ടോപ്പിക്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഫോക്കസ് ഏരിയ ഈ ചാപ്റ്ററിൽ റോൾ ഓഫ് ഇൻസുലിൻ ആൻഡ് ഗ്ലൂക്കഗോൺ ഇൻ മെയിൻറ്റെയിനിങ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ആൻഡ് സിംറ്റംസ് ഓഫ് ഡയബറ്റീസ്. Then role of calcitonin and parathormone in maintaining blood calcium level. Then causes and symptoms of dwarfism, gigantism and acromegaly. And pheromones, functions and examples. Then comes the natural plant hormones and their functions. The plant hormones include auxin, gibberellin, ethylene, abscisic acid, etc. Okay, നമുക്ക് ഓരോ ഫോക്കസ് ഏരിയയിലും ഒന്നും കൂടെ നല്ല ഡീപ്പായിട്ട് നമുക്ക് നോക്കാം. So endocrine system. What is endocrine system? It is an organ system that controls and coordinates all activities of our body. നമ്മളെ ബോഡിയിലെ എല്ലാ ആക്ടിവിറ്റീസിനെയും നിയന്ത്രിക്കുന്നതും ഏകോപിപ്പിക്കുന്നതുമായ അവയവ വ്യവസ്ഥയാണ് നമ്മൾ എന്ത് വിളിച്ചത്? endocrine system. They will control and coordinate all body activities. It's an organ system, a group of organs. Then this system include endocrine glands and the secretion called hormones. ഇതിലുള്ളത് endocrine glandsum ആൻഡ് ഈ എൻഡോക്രൈൻ ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസും ആണ് നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റത്തിൻ്റെ മേജർ പാർട്ട്. ആൻഡ് ദേ ആർ ഡക്ട്ലെസ് ഗ്ലാൻഡ്സ്. ഈ ഹോർമോൺസ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ആണ് സെക്രീറ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ ഹോർമോൺസിനെ കൊണ്ടുപോകാൻ പ്രത്യേകിച്ച് വെസൽസോ ട്യൂബോ ഒന്നുമില്ല. നേരിട്ട് ഈ സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ, ഗ്ലാൻഡ്സ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ ബ്ലഡുമായിട്ട് മിക്സ് ചെയ്യുന്നു. ബ്ലഡിലൂടെയാണ് ഇത് ബാക്കി പാർട്ടിലേക്ക് എത്തുന്നത്. സോ ദേ ആർ ഡക്ട്ലെസ് ഗ്ലാൻഡ്സ്. Now hormones. What are hormones? Hormones are chemical messages that regulate cellular activities. Cellular activity നിയന്ത്രിക്കുന്ന കെമിക്കൽസ് ആണ് ശരിക്കും ഈ ഹോർമോൺസ്. അതൊരു മെസ്സേജ് ആണെന്നാണ് പറയുന്നത്. ഒരു സെല്ലിന് ഒരു കാര്യം ചെയ്യാനുള്ള ഒരു സന്ദേശമാണ് ശരിക്കും ഈ ഹോർമോൺസ്. കെമിക്കൽ മെസ്സേജ് ടു ഡു സം സെല്ലുലാർ ആക്ടിവിറ്റീസ്. ഇനി ഹോർമോൺ ടു ടാർഗറ്റ് സെൽസ്. സി the different glands will secrete hormones. പല ഗ്ലാൻഡ്സും പല ഹോർമോൺസിനെയും സെക്രീറ്റ് ചെയ്യും. പക്ഷേ ഈ ഹോർമോൺസ് ബ്ലഡുമായിട്ട് മിക്സ് ചെയ്യും. ദ ഹോർമോൺസ് വിൽ ഗെറ്റ്സ് മിക്സ്ഡ് വിത്ത് ബ്ലഡ് ആൻഡ് റീച്ച് ത്രൂ ഔട്ട് അവർ ബോഡി. ബോഡിയിൽ മൊത്തം എത്തും. പക്ഷേ നമ്മളെ ബോഡിയിലെ എല്ലാ സെൽസും എല്ലാ ഹോർമോൺസിനെയും അബ്സോർബ് ചെയ്യില്ല. സെൽസിൻ്റെ മുകളിൽ ഒരു സ്പെഷ്യൽ ആളുണ്ട്, ദാറ്റ് ഈസ് റിസെപ്റ്റർ. സെല്ലിൻ്റെ മുകളിൽ ആരുണ്ടായിരിക്കും? ഒരു റിസെപ്റ്റർ ഉണ്ടായിരിക്കും. ഈ റിസെപ്റ്റർ ഓരോ സെല്ലിലെയും റിസെപ്റ്റർ ഒരു സ്പെസിഫിക് ഹോർമോണിനെ മാത്രമേ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഒരു സെല്ലിൽ ഒരു റിസെപ്റ്റർ ഉണ്ടെങ്കിൽ ആ റിസെപ്റ്റർ ലെറ്റ് ഇറ്റ് ബി എ. ആ എ എന്ന് പറയുന്ന റിസെപ്റ്റർ ചിലപ്പം എക്സ് എന്ന് പറയുന്ന ഹോർമോൺസിനെ മാത്രമേ അതുമായിട്ട് ബൈൻഡ് ചെയ്യാൻ സമ്മതിക്കൂ. വൈ എന്ന് പറഞ്ഞൊരു ഹോർമോൺ വന്നാൽ ഈ എ എന്ന് പറയുന്ന റിസെപ്റ്ററിൽ ബൈൻഡ് ചെയ്യില്ല. എ എന്ന് പറയുന്ന റിസെപ്റ്ററിൽ ബൈൻഡ് ചെയ്യില്ല. സോ എല്ലാ സെൽസിനോടും എല്ലാ ഹോർമോൺസും വരണം എന്നില്ല. റിസെപ്റ്റർ ബേസ്ഡ് ആണ് ഈ ഹോർമോണിൻ്റെ ഫങ്ഷൻ. ഹോർമോണിൽ ഈ റിസെപ്റ്ററിനോട് വന്ന് ബൈൻഡ് ചെയ്താൽ ഹോർമോൺ റിസെപ്റ്റർ കോംപ്ലക്സ് ഫോം ചെയ്യും. ഹോർമോൺ റിസെപ്റ്റർ കോംപ്ലക്സ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ പെർട്ടിക്കുലർ സെല്ലിനുള്ളിലെ എൻസൈംസ് ആക്റ്റീവ് ആവും. ഒരു പെർട്ടിക്കുലർ ആക്ടിവിറ്റി ആ സെല്ലിൽ നടക്കും. ഇതാണ് പറയുന്നത്. ഓക്കെ, സോ ഹോർമോൺസ് ആർ നോട്ട് അക്സെപ്റ്റഡ് ബൈ ഓൾ സെൽസ്. It will be accepted. Specific hormones will be accepted by a specific cell which have a receptor for that hormone. And hormone receptor complex will activate the enzyme inside the cell and will perform some cellular activities. ഇനി നമ്മൾ കാണാൻ പോകുന്നത് പാൻക്രിയാസിനെ പറ്റിയിട്ടാണ്. നിങ്ങൾക്കറിയാലോ എന്താ പാൻക്രിയാസ് എന്ന്? പാൻക്രിയാസ് നമ്മൾ ഡൈജസ്റ്റീവ് പ്രോസസ്സിൽ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ്. അതുപോലെ തന്നെ ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡ് കൂടിയാണ് ഈ പാൻക്രിയാസ്. പാൻക്രിയാസ് സെക്രീറ്റ് ചെയ്യുന്ന രണ്ട് ഹോർമോൺസ് ഏതൊക്കെയായിരുന്നു എന്ന് ആലോചിച്ചേ? യെസ്, ദേ ആർ ദിസ് ഇൻസുലിൻ ആൻഡ് ഗ്ലൂക്കഗോൺ. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ്
പാൻക്രിയാസിൽ 2 ഗ്രൂപ്പ് സെൽസ് ഉണ്ട്. നമ്മുടെ ആൽഫ സെൽസും ഉണ്ട്, ബീറ്റ സെൽസും ഉണ്ട്. ആൽഫ സെൽസ് ആണ് ആര് സെക്രീറ്റ് ചെയ്യുന്നത്? ഗ്ലൂക്കഗോണിനെ സെക്രീറ്റ് ചെയ്യുന്നത്. ബീറ്റ സെൽസ് ആണ് ആര് സെക്രീറ്റ് ചെയ്യുന്നത്? ഇൻസുലിനെ സെക്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ വാട്ട് ഈസ് ദ ആക്ഷൻ ഓഫ് ഇൻസുലിൻ ആൻഡ് ഗ്ലൂക്കഗോൺ? നമ്മൾ ബ്ലഡിൽ ഗ്ലൂക്കോസ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് നമ്മൾ ഇൻസുലിനും ഗ്ലൂക്കഗോണും. ദേ വിൽ മെയിൻറ്റെയിൻ the glucose level in the blood. Glucose level in the blood. എന്താണ് നോർമൽ ഗ്ലൂക്കോസ് ലെവൽ നോക്കുക? 70 to 110 mg/100 ml. ഇതാണ് നോർമൽ ഗ്ലൂക്കോസ് ലെവൽ. നമ്മൾ ഇൻസുലിനും ഗ്ലൂക്കഗോണും എന്ത് ചെയ്യുന്നു നോക്കാം. ഇൻസുലിൻ ചെയ്യുന്നത് സെല്ലുലാർ അപ്ടേക്ക് ഓഫ് ഗ്ലൂക്കോസ് മോളിക്യൂൾ. സെല്ലിൻ്റെ ഉള്ളോട്ട് ഗ്ലൂക്കോസിനെ എടുക്കാൻ സഹായിക്കുന്നത് ഇൻസുലിനാണ്. അതുപോലെ തന്നെ നമ്മുടെ ലിവറിലും മസിൽസിലും ഉള്ള ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി കൺവേർട്ട് ചെയ്യുന്നതും ആരാണ്? നമ്മൾ ഇൻസുലിനാണ്. ഇനി ഗ്ലൂക്കഗോൺ ചെയ്യുന്ന എന്താ നോക്കുക. സോ ഇൻസുലിൻ നമ്മൾ പറഞ്ഞു ലിവറിലും മസിൽസിലുള്ള ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി കൺവേർട്ട് ചെയ്തു. ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഗ്ലൂക്കഗോൺ ചെയ്യുന്നത്. ഗ്ലൂക്കഗോൺ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലിവറിലുള്ള ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റും. കൺവേർട്ട് ഗ്ലൈക്കോജൻ സ്റ്റോർഡ് ഇൻ ദ ലിവർ ടു ഗ്ലൂക്കോസ് ആൻഡ് സിന്തസൈസ് ഗ്ലൂക്കോസ് ഫ്രം അമിനോ ആസിഡ്. സിന്തസൈസ് ഗ്ലൂക്കോസ് ഫ്രം അമിനോ ആസിഡ്. സോ ഗ്ലൂക്കോസിൻ്റെ പ്രോസസ്സിങ്ങിനും ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി കൺവേർട്ട് ചെയ്യാനും സഹായിക്കുന്ന ആളാണ് ഇൻസുലിൻ എങ്കിൽ, വേറൊരു ഫോമിൽ നിന്ന് ഗ്ലൂക്കോസിനെ സിന്തസൈസ് ചെയ്യാൻ സഹായിക്കുന്ന ആളാണ് ഗ്ലൂക്കഗോൺ. ലിവറിലൊക്കെ ഉള്ള ഗ്ലൈക്കോജൻ ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നു, അമിനോ ആസിഡ് ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നു. ഇതെല്ലാം ചെയ്യുന്നത് നമ്മുടെ ഗ്ലൂക്കഗോൺ ആണ്. ഈ രണ്ടും സെക്രീറ്റ് ചെയ്യുന്നത് പാൻക്രിയാസ് ആണ്. ഇനി എഫക്റ്റ് ഓഫ് ഡെഫിഷ്യൻസി ഓഫ് ഇൻസുലിൻ. നമ്മൾ ഇൻസുലിനിലേക്ക് ഫോക്കസ് ചെയ്യുകയാണ്. ഇനബിലിറ്റി ഓഫ് സെൽ ടു യൂട്ടിലൈസ് ഇൻസുലിൻ പ്രൊഡ്യൂസസ് ദ റേസ്ഡ് ലെവൽ ഓഫ് ഗ്ലൂക്കോസ് ഇൻ ബ്ലഡ്. ഇൻസുലിനെ പ്രോപ്പറായിട്ട് സെല്ലിന് യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കൂടും. ആൻഡ് അങ്ങനെ ബ്ലഡിൽ എക്സസ് വരുന്ന ഗ്ലൂക്കോസ് യൂറിനിലൂടെയും പുറത്തു വരാൻ തുടങ്ങും. സോ യൂറിനിൽ നോർമലി ഗ്ലൂക്കോസ് വരില്ല, പക്ഷേ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കൂടുന്നുള്ള ആൾക്കാർക്ക് യൂറിനിലും എന്തിൻ്റെ പ്രസൻസ് കാണാം? ഗ്ലൂക്കോസിൻ്റെ പ്രസൻസ് കാണാം. അവരുടെ മെയിൻ പ്രോബ്ലം ഇൻസുലിൻ യൂട്ടിലൈസേഷൻ പ്രോപ്പർ അല്ല. ആൻഡ് എന്താണ് ഡയബറ്റീസ് എന്ന് നമുക്ക് നോക്കാം. ഡയബറ്റീസ് ഇസ് ക്ലിനിക്കലി റെഫർഡ് ടു ആസ് എ കണ്ടീഷൻ വെൻ ദ ലെവൽ ഓഫ് ഗ്ലൂക്കോസ് ബിഫോർ ബ്രേക്ക്ഫാസ്റ്റ് ഇസ് എബവ് 126 mg/100 ml ഓഫ് ബ്ലഡ്. ബ്ലഡിൽ എപ്പോൾ ബിഫോർ ബ്രേക്ക്ഫാസ്റ്റിന് മുന്നേ ഉള്ള ഗ്ലൂക്കോസിൻ്റെ എമൗണ്ട് 126 mg/100 ml കൂടുതലാണെങ്കിൽ ആ കണ്ടീഷനെയാണ് നമ്മൾ ഡയബറ്റീസ് എന്ന് പറയുക. ഇൻസുലിൻ്റെ ഡെഫിഷ്യൻസിയാണ്, അല്ലെങ്കിൽ ഇൻസുലിൻ്റെ യൂട്ടിലൈസേഷൻ പ്രോപ്പർ ആയിട്ടില്ലെങ്കിലും എന്ത് വരാം? ഡയബറ്റീസ് വരാം. ആൻഡ് ഇൻക്രീസ്ഡ് എപ്പിറ്റൈറ്റ് ആൻഡ് തേഴ്സ്റ്റ് ആൻഡ് ഫ്രീക്വൻറ്റ് യൂറിനേഷൻ ആർ സം ഓഫ് ദ സിംറ്റംസ് ഓഫ് ഡയബറ്റീസ്. ദെൻ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റെഗുലേഷൻ ഓഫ് മെറ്റബോളിസം. The anabolic and catabolic process taking place in the body are called metabolism. Anabolic എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടാക്കുന്ന പ്രോസസ്സ്. കാറ്റബോളിസം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വലിയ സാധനം ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന, കോംപ്ലക്സ് മോളിക്യൂൾ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന പ്രോസസ്സ്. ഇത് രണ്ടും കൂടെ ചേർക്കുന്നതാണ് എന്ത്? നമ്മുടെ മെറ്റബോളിസം. The thyroid gland secrete 2 hormones, thyroxine and calcitonin. They are involved in regulation of metabolism. ആരാണ് സെക്രീറ്റ് ചെയ്യുന്നത്? തൈറോയ്ഡ് ഗ്ലാൻഡ്. ഏതാണ് 2 ഹോർമോൺസ്? തൈറോക്സിനും കാൽസിറ്റോണിനും. ഫംഗ്ഷൻ ഓഫ് തൈറോക്സിൻ നോക്കാം. ഇൻക്രീസ് എനർജി പ്രൊഡക്ഷൻ കൂട്ടും. ആൻഡ് റേസസ് ദ റേറ്റ് ഓഫ് മെറ്റബോളിസം റേറ്റ് കൂട്ടും. ആക്സിലറേറ്റ്സ് ദ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ബ്രെയിൻ ഇൻ ഫീറ്റൽ സ്റ്റേജ് ആൻഡ് ഇൻഫൻസി. ഫീറ്റൽ സ്റ്റേജ് അതായത് അമ്മയുടെ വയറ്റിനുള്ളിൽ കിടക്കുന്ന ആ ഒരു ഗ്രോത്ത് പീരീഡിലും പുറത്ത് വന്നിട്ടൊരു ഇൻഫൻറ്റ് സ്റ്റേജ് ഒരു 2 വയസ്സ് വരെയുള്ള കണ്ടീഷനിലും ബ്രെയിൻ ഗ്രോത്തിനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് തൈറോക്സിൻ. ദെൻ റെഗുലേറ്റ് ഗ്രോത്ത് ഇൻ ചിൽഡ്രൻ, കുട്ടികളുടെ ഗ്രോത്തിനെയും റെഗുലേറ്റ് ചെയ്യും. സോ ഇത്രയാണ് തൈറോക്സിൻ്റെ ഫംഗ്ഷൻ. ദെൻ ഹൈപ്പോതൈറോയിഡിസം എന്താണെന്ന് നോക്കാം. This is a condition in which production of thyroxine decreases. തൈറോക്സിൻ്റെ പ്രൊഡക്ഷൻ കുറയുന്ന കണ്ടീഷനെയാണ് നമ്മൾ എന്താ വെച്ചാൽ ഹൈപ്പോതൈറോയിഡ്. ഹൈപ്പോ മീൻസ് ലെസ്. ഹൈപ്പോതൈറോയിഡിസം. The decrease in production of thyroxine during the fetal stage or infancy hinders proper physical and mental development. This condition is called cretinism. Important. What is cretinism? ഫീറ്റൽ സ്റ്റേജിൽ കുട്ടിയുടെ ബോഡിയിൽ തൈറോക്സിൻ്റെ പ്രൊഡക്ഷൻ കുറഞ്ഞാൽ മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ഡെവലപ്മെൻറ്റിനെ അത് ബാധിക്കും. ഈ കണ്ടീഷനാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്രെറ്റിനിസം. പ്രൊലോങ്ഡ് ഡെഫിഷ്യൻസി ഓഫ് തൈറോക്സിൻ ഇൻ അഡൾട്ട്
വലിയ ആൾക്കാരിലും തൈറോക്സിൻ പ്രശ്നം തന്നെയാണ്. വലിയ ആൾക്കാരിലും അഡൾട്ട്സിൽ തൈറോക്സിൻ്റെ എമൗണ്ട് കുറഞ്ഞാൽ ഇറ്റ് വിൽ ലീഡ് ടു എ കണ്ടീഷൻ കോൾഡ് മിക്സോയിഡിമ. രണ്ടും ഓർത്ത് വയ്ക്കുക. കുട്ടികളിൽ ക്രെറ്റിനിസം, വലിയ ആൾക്കാരിലെ മിക്സോയിഡിമ. രണ്ടും എന്താണ്? ഹൈപ്പോതൈറോയിഡ്സ് ആണ്. ദെൻ വാട്ട് ഈസ് ഹൈപ്പർതൈറോയിഡിസം? ഹൈപ്പർ മീൻസ് ഹൈ. This is a condition in which life activities controlled by thyroxine accelerates due to continuous and excessive production of thyroxine. തൈറോക്സിൻ്റെ പ്രൊഡക്ഷൻ കൂടുന്നു, തുടർച്ചയായിട്ട് നടക്കുന്നു. ഇപ്പം എന്ത് ചെയ്യും? തൈറോക്സിൻ കൺട്രോൾ ചെയ്യുന്ന കുറേ ഫങ്ഷൻസ് പറഞ്ഞല്ലോ, ആ ഫങ്ഷൻസ് ഒക്കെ ആക്സിലറേറ്റ് ചെയ്യപ്പെടും. ഇങ്ങനെ തൈറോക്സിൻ്റെ എമൗണ്ട് കൂടുന്നത് മൂലമുണ്ടാകുന്ന പ്രശ്നമാണ് ഹൈപ്പർ തൈറോയിഡിസം. ഓക്കെ, കുറയുമ്പോൾ ഹൈപ്പോതൈറോയിഡിസം, ക്രിറ്റിനിസം, മിക്സോയിഡിമ. കൂടുമ്പോൾ ഹൈപ്പർ തൈറോയിഡിസം. ഇനി പരീക്ഷയെ പേടിക്കേണ്ട. കേരളത്തിലെ ബെസ്റ്റ് ലേണിംഗ് ആപ്പായ എക്സാമിനർ ലേണിംഗ് ആപ്പിലൂടെ പഠനം മികച്ചതാക്കൂ. ഫ്രീ ട്രയൽ ലഭിക്കുന്നതിനായി ഇന്ന് തന്നെ 7592092025 വാട്സ്ആപ്പ് ചെയ്യൂ. സോ നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള റെഗുലേഷൻ ഓഫ് ലെവൽ ഓഫ് കാൽഷ്യം ആണ്. ഓക്കെ, ഇനി നോർമൽ ലെവൽ ഓഫ് കാൽഷ്യം ഇൻ ബ്ലഡിലെ കാൽഷ്യത്തിൻ്റെ നോർമൽ ലെവൽ നമ്മൾ പറയുന്നത് 9 to 11 mg/100 ml ആണ്. ഇനി ഇത് കൂടിയാലും കുറഞ്ഞാലുള്ള കണ്ടീഷൻസ് നോക്കാം. ലെവൽ ഓഫ് കാൽഷ്യം കൂടിക്കഴിഞ്ഞാൽ തൈറോയ്ഡ് ഗ്ലാൻഡ് സെക്രീറ്റ് കാൽസിറ്റോണിൻ. നമ്മൾ പറഞ്ഞു തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ 2 സെക്രീഷനും തൈറോക്സിനും കാൽസിറ്റോണിനും ആയിരുന്നു. ഇവിടെ കാൽഷ്യത്തിൻ്റെ ലെവൽ ബ്ലഡിൽ കൂടിയാൽ തൈറോയ്ഡ് ഗ്ലാൻഡ് സെക്രീറ്റ് കാൽസിറ്റോണിൻ. എന്തൊക്കെ എഫക്റ്റ് ഉണ്ടാവാം? ഇറ്റ് പ്രിവെൻറ്റ്സ് ദ പ്രോസസ് ഓഫ് മിക്സിംഗ് ഓഫ് കാൽഷ്യം ഫ്രം ബോൺസ് ടു ബ്ലഡ്. ബോണെന്ന് ബ്ലഡിലേക്ക് കാൽഷ്യത്തിൻ്റെ ആ ഒഴുക്ക്, ആ ഒരു അബ്സോർപ്ഷൻ ഒഴിവാക്കും, പ്രിവെൻറ്റ് ചെയ്യും. ദെൻ സ്റ്റോർ ദ എക്സസ് ഓഫ് കാൽഷ്യം ഇൻ ഫ്രം ബ്ലഡ് ടു ബോൺ. ബോണെന്ന് ബ്ലഡിലേക്ക് കാൽഷ്യം വരുന്നത് ഒഴിവാക്കും, പകരം എക്സസ് കാൽഷ്യത്തിനെ എവിടെ സ്റ്റോർ ചെയ്യും? ബോണിൽ സ്റ്റോർ ചെയ്യും. സോ നമ്മുടെ ബ്ലഡിൽ കാൽഷ്യത്തിൻ്റെ അളവ് കൂടിയാലുള്ള കണ്ടീഷനാണ്. കൂടിയാൽ തൈറോയ്ഡ് ഗ്ലാൻഡ് കാൽസിറ്റോണിൻ സെക്രീറ്റ് ചെയ്യുന്നു. സെക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലഡിലേക്ക് അധികം ബോണെന്ന് കാൽഷ്യം വരികയില്ല. എക്സസ് കാൽഷ്യം ബ്ലഡിൽ വരുന്നതിന് പകരം എവിടെ തന്നെ ഡെപ്പോസിറ്റ് ആവും? ബോൺസിൽ തന്നെ ഡെപ്പോസിറ്റ് ആവും. സോ ബ്ലഡിലെ കാൽഷ്യം ലെവൽ നോർമലിലേക്ക് വരും. ഇനി കാൽഷ്യം നോർമലിനേക്കാളും കുറഞ്ഞു പോയാലോ ബ്ലഡിൽ? there is an action of parathyroid gland. പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് എന്തിനെ സെക്രീറ്റ് ചെയ്യും? പാരാതോർമോണിനെ സെക്രീറ്റ് ചെയ്യും. ബ്ലഡിലെ കാൽഷ്യത്തിൻ്റെ എമൗണ്ട് കുറഞ്ഞു പോയാൽ. അപ്പോൾ എന്ത് ചെയ്യും? ഈ പാരാതോർമോൺ എന്ത് ചെയ്യും വെച്ചാൽ ഇറ്റ് റീഅബ്സോർബ് കാൽഷ്യം ഫ്രം കിഡ്നി ടു ബ്ലഡ്. കിഡ്നിയിൽ നിന്ന് കാൽഷ്യത്തിനെ ബ്ലഡിലേക്ക് റീഅബ്സോർബ് ചെയ്യും. സോ ബ്ലഡിലെ കാൽഷ്യം ഇപ്പോൾ കൂടുതൽ വന്നു, കിഡ്നിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നു. ആൻഡ് പ്രിവെൻറ്റ് സ്റ്റോറേജ് ഓഫ് കാൽഷ്യം ഇൻ ബോൺസ്. ബോൺസിൽ കാൽസ്യം സ്റ്റോർ ചെയ്യുന്നതും കുറയ്ക്കും. ഇപ്പോൾ ബ്ലഡിൽ കാൽഷ്യത്തിനെ കൂട്ടി വയ്ക്കാൻ ആര് സഹായിക്കും? പാരാതോർമോൺ. അങ്ങനെ അത് നോർമലിലേക്ക് വരും. സോ ഇത് രണ്ടുമാണ്. കാൽഷ്യത്തിൻ്റെ ലെവൽ നോർമൽ നോക്കി വയ്ക്കാം. കാൽഷ്യം കൂടിക്കഴിഞ്ഞാൽ കാൽസിറ്റോണിൻ വരും, കാൽഷ്യം കുറഞ്ഞു കഴിഞ്ഞാൽ പാരാതോർമോണും വരും. ആൻഡ് ദ നോർമൽ ലെവൽ ഓഫ് കാൽഷ്യം ഇൻ ബ്ലഡ് ഓർത്ത് വയ്ക്കാം 9 to 11 mg/100 ml. നെക്സ്റ്റ് നമ്മൾ വേറൊരു കോൺസെപ്റ്റിലേക്ക് പോവുകയാണ്. നമ്മൾ അഡ്രീനാലിൻ എന്താണെന്ന് നോക്കുകയാണ്. അതിന് മുന്നേ എന്താണ് അഡ്രീനൽ ഗ്ലാൻഡ് എന്ന് നിങ്ങൾക്കറിയാം. ഇതാണ് നമ്മൾ അഡ്രീനൽ ഗ്ലാൻഡിൻ്റെ പിക്ചർ. അഡ്രീനൽ ഗ്ലാൻഡിന് 2 പാർട്ട് ഉണ്ട് നമുക്ക് പഠിക്കാൻ. ഒന്ന് ഉള്ളിലുള്ള അഡ്രീനൽ ഗ്ലാൻഡിൻ്റെ ഉള്ളിലെ റീജിയൻ മെഡുല്ല, പുറത്തെ റീജിയൻ കോർട്ടെക്സ്. ഇനി മെഡുല്ലയുടെ ഫങ്ഷൻസ് നമുക്ക് നോക്കാം. മെഡുല്ല സെക്രീറ്റ് 2 hormones. One is epinephrine. Very important. Epinephrine is otherwise called adrenaline. പേര് കേട്ടാൽ ആലോചിക്കുക. അഡ്രീനൽ ഗ്ലാൻഡ്, അഡ്രീനാലിൻ. ഏത് പാർട്ട്? മെഡുല്ല. വേറെ പേര് എപ്പിനെഫ്രിൻ. സെക്രീറ്റ് അഡ്രീനാലിൻ. ഇറ്റ് ആക്ട് അലോങ് വിത്ത് ദ സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം. സിമ്പതറ്റിക് നെർവസ് സിസ്റ്റത്തിൻ്റെ ഒപ്പം ഇത് പ്രവർത്തിക്കും. ആ സിമ്പതറ്റിക് നെർവസ് സിസ്റ്റത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ ഇതിനൊരു കപ്പാസിറ്റി ഉണ്ട്. എപ്പെന്ന് ചോദിച്ചാൽ പെട്ടെന്നുള്ള ഇതിൻ്റെ എമർജൻസി സിറ്റുവേഷൻസ് വരുമ്പോഴാണ് ഇത് ചെയ്യാം. ഓക്കെ, ഈ അഡ്രിനാലിൻ സെക്രീറ്റ് ചെയ്യുന്ന അപ്പോഴാണ് എമർജൻസി സിറ്റുവേഷനിൽ ഇത് സിമ്പതറ്റിക് ഹോർമോണിൻ്റെ കൂടെ പ്രവർത്തിക്കും. ആൻഡ് അങ്ങനത്തെ എമർജൻസി സിറ്റുവേഷനിൽ പ്രോപ്പറായിട്ട് നമ്മളെ ആക്ട് ചെയ്യാൻ പ്രാപ്തരാക്കുന്ന ആളാണ് ഈ അഡ്രീനാലിൻ. ദെൻ നോർ എപ്പിനെഫ്രിൻ ഓർ നോർ അഡ്രീനാലിൻ, ദിസ് വിൽ ആക്ട് അലോങ് വിത്ത് എപ്പിനെഫ്രിൻ ഓർ അഡ്രീനാലിൻ. അഡ്രീനാലിൻ അല്ലെങ്കിൽ എപ്പിനെഫ്രിൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന ആളാണ് ഈ നോർ അഡ്രീനാലിൻ അഥവാ നോർ എപ്പിനെഫ്രിൻ എന്ന് പറയുന്നത്. ഇനി ഔട്ടർ കോർട്ടക്സിന് 3 ഹോർമോൺസ് ആണുള്ളത്. കോർട്ടിസോൾ, ആൽഡോസ്റ്റിറോൺ, സെക്സ് ഹോർമോൺ. കോർട്ടിസോൾ എന്താണ് ചെയ്യുന്നത് നോക്കാം. ഇറ്റ് സിന്തസിസ് ഓഫ് ഗ്ലൂക്കോസ് ഫ്രം പ്രോട്ടീൻ ആൻഡ് ഫാറ്റ്. ഫാറ്റെന്നും പ്രോട്ടീനും ഗ്ലൂക്കോസിന് ഉണ്ടാക്കും. ആര്? കോർട്ടിസോൾ. ആൻഡ് വെരി ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ, ഇറ്റ് സ്ലോസ് ഡൗൺ ദ ആക്ഷൻ ഓഫ് ഡിഫൻസ് സെൽസ്. നമ്മൾ ഇമ്മ്യൂൺ സെൽസ്, ഡിഫൻസ് സെൽസിൻ്റെ ആക്ഷൻ സ്ലോ ഡൗൺ ചെയ്യും. ആര്? കോർട്ടിസോൾ. ആൻഡ് കൺട്രോൾ ഇൻഫ്ലമേഷൻ ആൻഡ് അലർജി. സ്വെല്ലിങ്, ഇൻഫ്ലമേഷനും അലർജിയും കൺട്രോൾ ചെയ്യും.
ഇനി അടുത്താണ് ആൽഡോസ്റ്റിറോൺ മെയിൻറ്റെയിൻസ് ദ സാൾട്ട് വാട്ടർ ലെവൽ ബൈ ആക്ടിങ് ഇൻ കിഡ്നി. നമ്മളെ ബോഡിയിലെ കോൺസെൻട്രേഷൻ, ബോഡിയിലെ സാൾട്ട് വാട്ടർ കോൺസെൻട്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യും, അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യും. ഇനി സെക്സ് ഹോർമോൺസ്, നമ്മളെ ലൈംഗിക ഹോർമോൺസ്, ഇറ്റ് കൺട്രോൾ ദ ഡെവലപ്മെൻറ്റ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് സെക്സ് ഹോർമോൺ. അതും ആരാണ് സെക്രീറ്റ് ചെയ്യുന്നത്? അഡ്രീനൽ ഗ്ലാൻഡിൻ്റെ ഔട്ടർ കോർട്ടക്സ് ആണ്. എല്ലാം ഒന്ന് ഓർത്ത് വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഓക്കെ, adrenal gland, medulla cortex, medulla epinephrine, norepinephrine, or adrenaline or noradrenaline, outer cortex, cortisol, aldosterone, sex hormone, and remember the functions. And it will mainly act during emergency. Now we are going to discuss a new concept, biological clock. Okay, biological clock, these are rhythmic activities of the body are controlled by pineal gland. നമ്മളെ ബോഡിയുടെ റിതമിക് ആക്ടിവിറ്റീസ് മീൻസ് നമ്മൾ നൈറ്റ് ടൈമിൽ ഉറങ്ങും, മെയിനായിട്ട് അതാണ്. ഡേ ടൈമിൽ കുറേ ആക്ടിവിറ്റീസ് ചെയ്യും അല്ലേ. അപ്പം നമ്മൾ ഡേ ടൈമിൽ ചെയ്യുന്ന കാര്യങ്ങളും നൈറ്റ് ടൈമിൽ ചെയ്യുന്ന കാര്യങ്ങളുമാണ് നമ്മൾ റിതമിക് ആക്ടിവിറ്റീസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതിനെ കൺട്രോൾ ചെയ്യുന്നത് നമ്മളെ പൈനിയൽ ഗ്ലാൻഡ് ആണ്. പൈനിയൽ ഗ്ലാൻഡ് ഇറ്റ് ഈസ് സീൻ അറ്റ് ദ സെൻറ്റർ ഓഫ് ബ്രെയിൻ. സി പിക്ചർ, സെൻറ്റർ ഓഫ് ബ്രെയിനിലാണുള്ളത്. മെലാറ്റോണിൻ ഇസ് ദ ഹോർമോൺ പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഗ്ലാൻഡ് and helps to maintain the rhythm of our daily activities. നമ്മൾ രാത്രിയും രാവിലെയുമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്ടിവിറ്റീസിൻ്റെ ആ ഒരു റിതം, അതിനെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്ന ഹോർമോണാണ് മെലാറ്റോണിൻ, സെക്രീറ്റ് ചെയ്യുന്നത് പൈനിയൽ ഗ്ലാൻഡ്. ആൻഡ് ദ പ്രൊഡക്ഷൻ ഓഫ് മെലാറ്റോണിൻ ഈസ് ഹൈ അറ്റ് നൈറ്റ്, ലോ ഡ്യൂറിങ് ദ ഡേ. രാത്രി മെലാറ്റോണിൻ കൂടുതലും, രാവിലെ മെലാറ്റോണിൻ അല്ലെങ്കിൽ പകൽ സമയത്ത് മെലാറ്റോണിൻ കുറവായിരിക്കും. പൈനിയൽ ഗ്ലാൻഡ്, സെൻറ്റർ ഓഫ് ബ്രെയിൻ, മെലാറ്റോണിൻ, ബയോളജിക്കൽ ക്ലോക്ക്. ഓക്കെ, സോ ഇനി നമുക്ക് കാണാനുള്ളത് കുറച്ച് ഹോർമോൺസ് ആണ്. അതായത് മെയിൻലി നമ്മളെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ചില ഗ്രോത്ത് ഹോർമോൺസിനെ പറ്റിയിട്ടാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമുക്കത് ലിസ്റ്റ് ഒന്ന് ജസ്റ്റ് പാസ് ചെയ്ത് പോകാം. ഓക്കെ, ഹോർമോൺ സെക്രീറ്റഡ് ബൈ ആൻറ്റീരിയർ ലോബ് ഓഫ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആൻഡ് ഇസ് ഫങ്ഷൻ. ആൻറ്റീരിയർ ലോബാണ്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ്. സോ നമ്മൾ ഡിഫറെൻറ്റ് ഗ്ലാൻഡ് കണ്ടു, പാൻക്രിയാസ് കണ്ടു, അതിനുശേഷം നമ്മൾ കണ്ടത് ഏതായിരുന്നു? നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞല്ലോ, അഡ്രീനൽ ഗ്ലാൻഡ് കണ്ടു, പൈനിയൽ ഗ്ലാൻഡ് കണ്ടു, ഇപ്പോൾ എവിടെ എത്തി? പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ കുറച്ച് സെക്രീഷൻ, ആൻറ്റീരിയർ ലോബിൻ്റെ സെക്രീഷൻ. തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ TSH ഫങ്ഷൻ സ്റ്റിമുലേറ്റ് ദ ആക്ടിവിറ്റി ഓഫ് തൈറോയ്ഡ് ഗ്ലാൻഡ്. അഡ്രീനോ കോർട്ടിക്കോട്രോപ്പിക് ഹോർമോൺ, ഇതിൻ്റെ ഷോർട്ട് ഫോംസും ആലോചിച്ച് നോക്കുക. ACTH, അഡ്രീനോ കോർട്ടിക്കോട്രോപ്പിക് ഹോർമോൺ സ്റ്റിമുലേറ്റ് ദ ആക്ടിവിറ്റി ഓഫ് അഡ്രീനൽ കോർട്ടെക്സ്. Then gonadotropic hormone GTH stimulate the activity of testes in males and ovaries in females. സെക്സ് ഹോർമോൺസ് അല്ലെങ്കിൽ സെക്സ് എഫക്റ്റുള്ള ഹോർമോൺസ് ആണ്. ദെൻ ഗ്രോത്ത് ഹോർമോൺ GH, സൊമാറ്റോട്രോഫിക് ഹോർമോൺ STH പ്രൊമോട്ട് ഗ്രോത്ത് ഓഫ് ദ ബോഡി. ദെൻ പ്രൊലാക്റ്റിൻ, പ്രൊഡക്ഷൻ ഓഫ് മിൽക്ക്. സോ ഇത്രയാണ് ആൻറ്റീരിയർ ലോബ് ഓഫ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഹോർമോൺ. The hormones oxytocin and vasopressin are secreted by posterior lobe. വേറെ രണ്ട് ഹോർമോൺസ് ആണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ തന്നെ, ഓക്സിറ്റോസിനും വാസോപ്രസിനും. പക്ഷെ ഇത് ആൻറ്റീരിയർ ലോബ് അല്ല, ഇതെല്ലാം ആൻറ്റീരിയർ ലോബാണ് സെക്രീറ്റ് ചെയ്തതെങ്കിൽ ഓക്സിറ്റോസിനും വാസോപ്രസിനും നമ്മൾ സെക്രീറ്റ് ചെയ്യുന്നത് പോസ്റ്റീരിയർ ലോബാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ. ഓക്കെ, ആൻഡ് ഇത് ശരിക്കും എന്താ ചെയ്യുന്നത്? ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഹൈപ്പോതലാമസിലെ ചില ന്യൂറോ സെൽസ് ആണ്, ന്യൂറോ സെക്രീറ്ററി സെൽസ് ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്ത്? ഓക്സിറ്റോസിനും വാസോപ്രസിനും. പക്ഷെ അത് ആവശ്യമുള്ള സമയത്ത് പുറത്തേക്ക് സെക്രീറ്റ് ചെയ്യുന്ന ആൾ നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ പോസ്റ്റീരിയർ ലോബാണ്. ഓക്സിറ്റോസിൻ എന്താണ് അതിൻ്റെ ഫംഗ്ഷൻ? ഫെസിലിറ്റേറ്റ് ചൈൽഡ് ബർത്ത്. ഇമ്പോർട്ടൻ്റ് ആണ്, റീപ്രൊഡക്റ്റീവ് പാർട്ടിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്സിറ്റോസിൻ ഫെസിലിറ്റേറ്റ് ചൈൽഡ് ബർത്ത്. ഇറ്റ് സ്റ്റിമുലേറ്റ് ദ കോൺട്രാക്ഷൻ ഓഫ് ദ സ്മൂത്ത് മസിൽസ് ഇൻ യൂട്രസ്. ഡെലിവറീൻ്റെ സമയത്ത് യൂട്രസിലെ സ്മൂത്ത് മസിൽസിൻ്റെ കോൺട്രാക്ഷനെ സഹായിക്കുന്നു. ആൻഡ് ഇറ്റ്സ് ഫെസിലിറ്റേറ്റ് ലാക്ടേഷൻ. ലാക്ടേഷൻ മീൻസ് പാലൂട്ട്, ലാക്ടേഷനും സഹായിക്കുന്നു. വാസോപ്രസിൻ ഓർ ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ, വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും ക്വസ്റ്റ്യൻ വരാവുന്ന സെക്ഷനാണ്. വാസോപ്രസിൻ ഓർ ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ ADH ഹെൽപ്സ് ഇൻ റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ഇൻ ദ കിഡ്നി. റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ഇൻ ദ കിഡ്നി. കിഡ്നിയിൽ നിന്ന് ബ്ലഡിലേക്ക് കൂടുതൽ വാട്ടറിനെ റീഅബ്സോർബ് ചെയ്യുന്ന ഹോർമോണാണ് വാസോപ്രസിൻ ഓർ ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ. ഓക്കെ, പോസ്റ്റീരിയർ ലോബ് ഓഫ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്നാണ് സെക്രീറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇനി നിങ്ങളോട് ഇങ്ങനെ ഒന്ന് ചോദിക്കാം കേട്ടോ, ഇതെന്ന് വേനൽക്കാലത്തും തണുപ്പ് കാലത്തും ഓർ നമുക്ക് പറയാം സമ്മർ സീസണിലും വിൻ്റർ സീസണിലും വാസോപ്രസിൻ്റെ സെക്രീഷനിൽ വരുന്ന മാറ്റം എന്താണ്?
ഓക്കെ, അതൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് കണ്ടുപിടിച്ച് നോക്കുക. ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, ഒന്ന് കണ്ടുപിടിച്ചത് നോക്കുക എന്താണ് ഇതിൻ്റെ ഇതെന്ന്. നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ഞാൻ അതിൻ്റെ ആൻസർ നിങ്ങൾക്ക് തരുന്നതായിരിക്കും, എങ്ങനെയാണ് ഇത് ചേഞ്ച് ചെയ്യുന്നതെന്ന്. ഇനി വേറെ നമുക്ക് പറയാനുള്ള അടുത്തത് സെക്സ് ഹോർമോൺസിനെ പറ്റിയിട്ടാണ്. നമുക്ക് മെയിൽ സെക്സ് സ്ട്രക്ചർ ടെസ്റ്റസ്, ഫീമെയിൽ സ്ട്രക്ചർ ഓവറീസ് ആണ്. ടെസ്റ്റസ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ ടെസ്റ്റോസ്റ്റിറോൺ, കോറിലേറ്റ് ചെയ്ത് പഠിക്കാനുള്ള ടെസ്റ്റോസ്റ്റിറോൺ. ഇപ്പം മെയിലാണ് എന്തൊക്കെ കൺട്രോൾ ചെയ്യുന്നുണ്ടാവാം? സ്പേം പ്രൊഡക്ഷൻ, മെയിൽ ഗേമേറ്റാണ് സ്പേം. സോ സ്പേം പ്രൊഡക്ഷൻ എന്തായാലും ഇത് കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ മെയിലിൽ ചില സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടർ, ഫോർ എക്സാമ്പിൾ ഹെയർ ഡെവലപ്മെൻറ്റ്, അതുപോലെ തന്നെ വോയിസ്. ഈ ആൺകുട്ടികളിൽ ഒരു ഏജ് ആകുമ്പോൾ വോയിസ് ചേഞ്ച് ആവും. ദ ചേഞ്ച് ഇൻ വോയിസ്, ഗ്രോത്ത് ഓഫ് ഹെയർ, ഡെവലപ്മെൻറ്റ് ഓഫ് റീപ്രൊഡക്റ്റീവ് ഓർഗൻ, ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്ന ആരാണ്? നമ്മളെ ടെസ്റ്റോസ്റ്റിറോൺ. ഇനി ഓവറി സെക്രീറ്റ് ചെയ്യുന്ന 2 ഉണ്ട്. ഈസ്ട്രജൻ ഉണ്ട്, പ്രൊജസ്റ്ററോൺ ഉണ്ട്. ഈസ്ട്രജൻ എന്താണ് ചെയ്യുന്നത്? സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ്, ഓവുലേഷൻ, മെൻസ്ട്രൽ സൈക്കിൾ, ഇതിനെയാണ് ഈസ്ട്രജൻ കൺട്രോൾ ചെയ്യുന്നത്. പ്രൊജസ്റ്ററോണോ? ഓവുലേഷൻ ഉണ്ട്, മെൻസ്ട്രൽ സൈക്കിൾ ഉണ്ട്, ആൻഡ് ഇംപ്ലാന്റേഷൻ ഓഫ് എംബ്രിയോ ഇൻ ദ യൂട്രസ്. യൂട്രസിലെ എംബ്രിയോ അറ്റാച്ച് ചെയ്യുന്ന പ്രോസസ്സ്, ഇംപ്ലാന്റേഷനും ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് പ്രൊജസ്റ്ററോൺ. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്സ് ഹോർമോൺസ്. മെയിലിൽ ടെസ്റ്റോസ്റ്റിറോൺ, ഓവറി, എസ്ട്രജൻ, പ്രൊജസ്റ്ററോൺ. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൈപ്പോതലാമസിനെ പറ്റിയിട്ടാണ്. ഹൈപ്പോതലാമസ് നമുക്കറിയുന്ന കാര്യമാണ്, ബ്രെയിനിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ്. ഹൈപ്പോതലാമസിന് നമ്മളെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ കൺട്രോൾ ചെയ്യുന്നതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ ഉണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഹൈപ്പോതലാമസ് റിലീസിങ് ഹോർമോൺസിനെ സെക്രീറ്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ സ്റ്റിമുലേറ്റ് ദ ആൻറ്റീരിയർ ലോബ് ഓഫ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്സ്. റിലീസിങ് ഹോർമോണിനെ സെക്രീറ്റ് ചെയ്യുന്നതെങ്കിൽ ആൻറ്റീരിയർ ലോബ് ഓഫ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്സ് വിൽ ബി സ്റ്റിമുലേറ്റഡ്. അപ്പോൾ എന്തൊക്കെ ഉണ്ടാവും? TSH ഉണ്ടാവും, ACTH ഉണ്ടാവും, GTH ഉണ്ടാവും. നമുക്കെല്ലാം അറിയാം, ഇതെല്ലാം നമ്മുടെ ട്രോഫിക് ഹോർമോൺസ് ആണ്. ഇനി ഹൈപ്പോതലാമസ് ഇൻഹിബിറ്ററി ഹോർമോൺസിനെയാണ് സെക്രീറ്റ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ഇൻഹിബിറ്റ് ദ പ്രൊഡക്ഷൻ ഓഫ് ട്രോപ്പിക് ഹോർമോൺസ് ഇൻ ദ ആൻറ്റീരിയർ ലോബ് ഓഫ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്ന് ഈ ട്രോപ്പിക് ഹോർമോൺസ് ഉണ്ടാവുന്നത് പ്രിവെൻറ്റ് ചെയ്യും, ഇൻഹിബിറ്റ് ചെയ്യും. സോ റിലീസിങ് ഹോർമോൺ ആണ് സെക്രീറ്റ് ചെയ്യുന്നതെങ്കിൽ ട്രോപ്പിക് ഹോർമോൺസ് ഉണ്ടാവും. അല്ല, ഇൻഹിബിറ്ററി ഹോർമോൺ ആണ് സെക്രീറ്റ് ചെയ്യുന്നതെങ്കിൽ ട്രോപ്പിക് ഹോർമോൺസിൻ്റെ പ്രൊഡക്ഷൻ ഇൻഹിബിറ്റ് ചെയ്യും. ഇത് ആരുടെ റോളാണ്? ഹൈപ്പോതലാമസ്. നൗ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയ വേറൊരു ഏരിയയിലേക്ക് കിടക്കുകയാണ് നമ്മൾ. കെമിക്കൽ മെസ്സേജസ് ഫോർ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, കെമിക്കൽ സബ്സ്റ്റൻസ് അത് സെക്രീറ്റ് ചെയ്യുന്നത് മനുഷ്യർ മാത്രമല്ല. ദ കെമിക്കൽ സബ്സ്റ്റൻസസ് ദാറ്റ് ആർ സെക്രീറ്റഡ് ബൈ സർട്ടൻ ആനിമൽസ് ടു ദ സറൗണ്ടിങ് ടു ഫെസിലിറ്റേറ്റ് കമ്മ്യൂണിക്കേഷൻ ആർ കോൾഡ് ഫിറമോൺസ്. ചില ആനിമൽസ് അവരുടെ ചുറ്റുമുള്ള സറൗണ്ടിങ് അല്ലെങ്കിൽ എൻവയോൺമെൻറ്റിലേക്ക് എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി സെക്രീറ്റ് ചെയ്യുന്ന കെമിക്കൽ സബ്സ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫിറമോൺസ്. ഫിറമോൺസ് ഹെൽപ്സ് ഇൻ അട്രാക്റ്റിംഗ് മെയ്റ്റ്സ്. ഒരു ഫംഗ്ഷൻ അതാണ്, മെയ്റ്റിനെ, ഓപ്പോസിറ്റ് സെക്സിനെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റും. ദെൻ ഇൻഫോമിങ് അവൈലബിലിറ്റി ഓഫ് ഫുഡ് അവൈലബിലിറ്റി ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഫിറമോൺ സെക്രീറ്റ് ചെയ്യാം. ഡിറ്റർമൈനിങ് ദ പാത്ത് ഓഫ് ട്രാവൽ. ഒരാൾ പോയ വഴിയെ മറ്റാൾ വരാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ മുന്നത്തെ ആൾക്ക് ഫിറമോൺസ് സെക്രീറ്റ് ചെയ്യാൻ അടുത്ത ആൾക്ക് അറിയാൻ പറ്റും. ദെൻ സിഗ്നലിംഗ് ഓഫ് ഡേഞ്ചർ സിഗ്നൽ ചെയ്യാനും കെമിക്കൽസ് സെക്രീറ്റ് ചെയ്യാം ആനിമൽസിന്. കുറച്ച് എക്സാമ്പിൾസ് നോക്കാം, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എക്സാമ്പിൾസ് ആണ്. മസ്കോൺ ഇൻ മസ്ഡിയ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കസ്തൂരിമാൻ്റെ കസ്തൂരി. ദെൻ സിവറ്റോൺ ഇൻ സിവറ്റ് കാറ്റ്, ബോംബിക്കോൾ ഇൻ ഫീമെയിൽ സിൽക്ക് വോം. ഓൾ ദീസ് ആർ എക്സാമ്പിൾസ് ഫോർ ഡിഫറെൻറ്റ് ഫിറമോൺസ് സെക്രീറ്റഡ് ബൈ ആനിമൽസ്. ഓക്കെ, സോ ഇതാണ് ഫിറമോൺസിനെ പറ്റി പറയാനുള്ളത്. സോ മനുഷ്യന് മാത്രമല്ല ആനിമൽസും ചില കെമിക്കൽസ് സെക്രീറ്റ് ചെയ്യും. അതിൻ്റെ പേരെന്താണ്? ഫിറമോൺസ്. നമ്മൾ സറൗണ്ടിങ്ങിലേക്കല്ല സെക്രീറ്റ് ചെയ്യുന്നത്, അല്ലേ? ഓക്കെ, സോ ഇത് ആനിമൽസ് പുറത്തോട്ട് ചില കെമിക്കൽസ് സെക്രീറ്റ് ചെയ്യും. ആ പുറത്തോട്ട് സെക്രീറ്റ് ചെയ്യുന്ന കെമിക്കലാണ് ഫിറമോൺ. നൗ നമുക്ക് പഠിക്കാനുള്ളത്, നമ്മൾ ഹ്യൂമൻ ബീങ്സിൻ്റെ ഹോർമോൺസിനെ കണ്ടു, പിന്നെ ഒരു സ്പെഷ്യൽ കാറ്റഗറി ഫിറമോൺ കണ്ടു. ഇനി പ്ലാന്റ് ഹോർമോൺ. പ്ലാന്റ്സിനും നമുക്കറിയാം, ദേ ആർ ഓൾസോ ലിവിങ് ഓർഗാനിസംസ്, അല്ലേ? സോ അവയ്ക്കും ചില ബോഡി ആക്ടിവിറ്റീസ് ഉണ്ട്. ഇത് നടത്താൻ വേണ്ടിയിട്ട് പ്ലാന്റ്സും ചില ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യും. പ്ലാന്റ് ഹോർമോൺസ് കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് ലൈഫ് ആക്ടിവിറ്റീസ് ഇൻ പ്ലാന്റ്സ്. ദെൻ ദീസ് ആർ ഓൾസോ കോൾഡ് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ്. ഒന്ന് ഷോർട്ടാക്കാം, PGRs, പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ്. പ്ലാന്റ് ഹോർമോൺസിൻ്റെ പേരാണ്. ഏതൊക്കെയാണ് പ്ലാന്റ് ഹോർമോൺ? നമ്മൾ പഠിച്ചതാണ്, ഒന്ന് റീക്യാപ്പ് ചെയ്ത് നോക്കി. ഏതൊക്കെയായിരുന്നു? ഓക്സിൻ ഉണ്ട്, സൈറ്റോകൈനിൻ, ഗിബർലിൻ, എത്തിലീൻ, അബ്സിസിക് ആസിഡ്. ഇതാണ് നമ്മുടെ മേജർ പ്ലാന്റ് ഹോർമോൺസ്. 1 by 1 ഒന്ന് ക്വിക്കായിട്ട് നോക്കാം. ഓക്സിൻ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? സെൽ ഗ്രോത്ത്,
cell elongation, promoting growth of terminal buds, important, promoting growth of terminal bud, പ്ലാന്റിൻ്റെ ടിപ്പിലുള്ള ബഡിൻ്റെ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്നു, ആൻഡ് ഫ്രൂട്ട് ഫോർമേഷൻ, ഓക്സിൻ്റെ ഫങ്ഷൻസ്. സൈറ്റോകൈനിൻ സെൽ ഗ്രോത്ത്, സെൽ ഡിവിഷൻ, ഇമ്പോർട്ടൻ്റ് ആണ്, സെൽ ഡിവിഷൻ ആൻഡ് സെൽ ഡിഫറൻസിയേഷൻ. ഈ സൈറ്റോകൈനിൻ വെറുതെ ഒരു തോന്നി പറയാം. സൈറ്റോകൈനിനുള്ള ഒരു പ്ലാന്റ്, ഒരു ചെറിയ എക്സാമ്പിൾ എനിക്കറിയൂ. നമുക്ക് തേങ്ങേൻ്റെ ഉള്ളിലത്തെ വെള്ളം അറിയില്ല, നാളികേരത്തിനുള്ളിലെ വെള്ളം, ഓക്കെ, കോക്കനട്ട് വാട്ടർ, അതിൽ സൈറ്റോകൈനിൻ ഉണ്ട്. ഓക്കെ, ദെൻ സോ അടുത്തൊരു പ്ലാന്റ് ഹോർമോണാണ് ഗിബെർലിൻ. ഗിബെർലിൻ്റെ ഫംഗ്ഷൻ സ്റ്റിമുലേറ്റ് ബ്രേക്ക് ഡൗൺ ഓഫ് സ്റ്റോർഡ് ഫുഡ് ടു ഫെസിലിറ്റേറ്റ് ജെർമിനേഷൻ, സീഡ് ജെർമിനേഷനെ സഹായിക്കുന്നു. ദെൻ സ്പ്രൗട്ടിംഗ് ഓഫ് ലീവ്സ്. അബ്സിസിക് ആസിഡ് നമുക്കൊന്ന് ചുരുക്കി എഴുതാം, ABA. അബ്സിസിക് ആസിഡ് ഈസ് ABA. ഇറ്റ് ഇൻഡ്യൂസ് ഡോർമെൻസി ഓഫ് സീഡ് ഓർ എംബ്രിയോ, സീഡ് ഡോർമെൻസി, സീഡിന് ജെർമിനേറ്റ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാക്കുന്ന ആളാണ് നമ്മുടെ അബ്സിസിക് ആസിഡ്. ആൻഡ് ഡ്രോപ്പിംഗ് ഓഫ് റൈപ്പൻ ലീവ്സ് ആൻഡ് ഫ്രൂട്ട്സ്, അബ്സിഷൻ, falling down of fruits and leaves. Then ethylene, important ആയിട്ടുള്ള ഒരാളാണ്, gaseous plant hormone ആണ്. അത് ലിക്വിഡും ഇതൊന്നും അല്ല, ഗ്യാസ് ഫോമിലാണ് എത്തിലീൻ ഉണ്ടാവുക. മേജർ ഫംഗ്ഷൻ റൈപ്പനിങ് ഓഫ് ലീവ്സ് ആൻഡ് ഫ്രൂട്ട്, ഫ്രൂട്ടിൻ്റെയും ലീവ്സിൻ്റെയും റൈപ്പനിങ്, മാങ്ങയൊക്കെ പഴുക്കാൻ സഹായിക്കുന്ന ആളാണ് ആര്, എത്തിലീൻ. എക്സസ് എമൗണ്ട് ഓഫ് എത്തിലീൻ കോസസ് ഡ്രോപ്പിംഗ് ഓഫ് ലീവ്സ് ആൻഡ് ഫ്രൂട്ട്സ്. പ്ലാന്റിൽ എത്തിലീൻ്റെ എമൗണ്ട് കൂടുതലായാൽ പഴുക്കുന്നതിന് മുന്നേ അല്ലെങ്കിൽ ഏജ് ആവുന്നതിന് മുന്നേ തന്നെ പ്ലാന്റിൻ്റെ മുകളിൽ നിന്ന് ലീവ്സും ഫ്രൂട്ട്സും എല്ലാം വീണു പോകും. ഓക്കെ, സോ ഇത്രയാണ് നമ്മളെ പ്ലാന്റ് ഹോർമോൺ. നമ്മൾ 5 ആൾക്കാർ, ഓക്സിൻ, സൈറ്റോകൈനിൻ, ഗിബെർലിൻ, അബ്സിസിക് ആസിഡ് ആൻഡ് എത്തിലീൻ. ഫ്രൂട്ട് റൈപ്പനിങ്ങിനെ സഹായിക്കുന്നവരാണ് എത്തിലീൻ. ഓക്കെ, ഗാഷിയസ് ഹോർമോൺ ആരാണ്, എത്തിലീൻ. ഓക്കെ, ജസ്റ്റ് ഒക്കെ ഒന്ന് കോറിലേറ്റ് ചെയ്തിട്ട് പഠിച്ചു വയ്ക്കാം. ആൻഡ് ഇത്രയാണ് നമ്മുടെ ഈ ചാപ്റ്റർ. നല്ല രീതിയിൽ പഠിച്ച് എക്സാം എഴുതാം. താങ്ക് യു. Exam winner. Crack your exams with Exam Winner and be a true winner.